اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടും വിധം ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജറ 2-ാം വർഷത്തിലാണ് റമദാനിലെ നോമ്പ് വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അതുപോലെ തന്നെയുള്ള ആ ഹിജറ 2-ാം വർഷത്തിൽ തന്നെയാണ് റമദാൻ 17-ന് ബദർ യുദ്ധം ഉണ്ടായത്. ആ ബദറിനെ ബദറുൽ കുബ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഹിജറ 2-ാം വർഷം റബീഉൽ അവ്വലിൽ കുർസി ബിൻ ജാബിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മക്കയിലെ മുശ്രിക്കായിട്ടുള്ള കുർസി ബിൻ ജാബിർ മദീനയിലെ മേച്ചിൽപ്പുറം ആക്രമിക്കുകയും അവിടെ നിന്ന് ആടുകളെയും ഒട്ടകങ്ങളെയുമെല്ലാം കവർന്നുകൊണ്ടു പോവുകയും ചെയ്തു. വിവരമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം സ്വഹാബിമാരുമായി കുർസിനെ അന്വേഷിച്ചുകൊണ്ട് മക്കയുടെ ഭാഗത്തേക്ക്, ബദറിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയും ബദറിനോടടുത്ത് സഫ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര അവസാനിപ്പിക്കുകയും കുർസിനെ കണ്ടുകിട്ടാത്തത് കൊണ്ട് തന്നെ അവർ മടങ്ങിപ്പോവുകയും ചെയ്തു.
ഈ സംഭവത്തെ ചരിത്രത്തിൽ ബദറുൽ ഊല, ഒന്നാം ബദർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പറഞ്ഞു വെച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ പ്രബോധനം ആരംഭിച്ച്, എന്നാൽ മക്കയിലെ ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സമാധാനപൂർണമായ ഒരു ജീവിതം മക്കയിൽ സാധ്യമാവാത്തതുകൊണ്ട് മദീനയിലേക്ക് ഹിജറ ചെയ്തു പോരേണ്ടി വന്നു. എങ്കിലും മദീനയിലും സമാധാനപൂർണമായ ഒരു പ്രബോധന ജീവിതം സാധ്യമാകാത്ത വിധത്തിലുള്ള ഇടപെടലുകൾ മക്കയിലെ ശത്രുക്കളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും നിരന്തരമായി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ചെറുതും വലുതുമായ ധാരാളം സംഘടനകൾ ഈ കാലയളവിൽ ഹിജറ 2 മുന്നായി നടക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബദർ എന്ന് പറയുന്നത്, ഹിജറ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹിജറ 2-ാം വർഷം ജമാദുൽ ഊലയിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഷാമിലേക്ക് കച്ചവടത്തിനു വേണ്ടി പുറപ്പെടുന്നുണ്ട്. ആ കച്ചവട സംഘത്തിൻ്റെ കച്ചവടത്തിൻ്റെ തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത്, മക്കയിലുള്ള ഖുറൈശി പ്രമുഖരായ ആളുകൾ എല്ലാവരും ചേർന്ന്, അതോടൊപ്പം മക്കയിൽ നിന്ന് ആ നാട് വിട്ടുപോയ ആളുകൾ, അവർ നാട് വിട്ടു പോകണം എങ്കിൽ അവരുടെ സമ്പത്ത് മുഴുവൻ അവിടെ ഉപേക്ഷിച്ചു പോകണം എന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവിതം സാധ്യമാകുന്നതിന് വേണ്ടി തങ്ങളുടേതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോയ ആ ധനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കച്ചവടം നടത്തുന്നതിന് വേണ്ടിയാണ് അബൂ സുഫിയാൻ ഷാമിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഴുവൻ മദീനയെ ഇല്ലായ്മ ചെയ്യുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ഉപദ്രവിക്കുവാനും, അതുവഴി ഇസ്ലാമിനെ മദീനയിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കച്ചവടം തന്നെ. അബൂ സുഫിയാൻ്റെ സംഘം 40 പാറാവുകാരടങ്ങുന്ന 40 പേരടങ്ങുന്ന ആ സംഘം കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്നത് 50,000 സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന ചരക്കുകളുമായി കൊണ്ടാണ് മക്കയിലേക്ക് ആ സംഘം മടങ്ങുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിയുകയും ആ സംഘത്തെ തടയുന്നതിന് വേണ്ടിയാണ് 313 എന്നും 317 എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന അത്രയും എണ്ണം ആളുകളെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽ ഉള്ളത് 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രമാണ്. ആ സംഘം അവിടെ നിന്ന് പുറപ്പെട്ട വിവരം അബൂ സുഫിയാൻ അറിയുകയും അബൂ സുഫിയാൻ ലംലം അൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു മനുഷ്യരെ വാടകക്കെടുത്തിട്ട് മക്കയിലേക്ക് തങ്ങളുടെ കച്ചവട സംഘത്തെ നേരിടുന്നതിനു വേണ്ടി, തടയുന്നതിനു വേണ്ടി മദീനയിൽ നിന്ന് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മക്കയിലെ ആളുകളെ അറിയിക്കാൻ പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും യാത്രാപാത അറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട് മക്കയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ലംലം അൽ ഗിഫാരി മക്കയിലെത്തിയതിനു ശേഷം ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് മക്കയിലുള്ളവരോട് കാരണം പറയുന്നത്, നിങ്ങളുടെ ആ ചരക്കിനെ അതാ മുഹമ്മദ് പിടിച്ചെടുക്കാൻ പോകുന്നു. അതിന് മുൻപ് അദ്ദേഹം സഞ്ചരിച്ചു വന്ന ഒട്ടകത്തിൻ്റെ മൂക്കറുക്കുകയും
ജീനി തിരിച്ചു കെട്ടുകയും ഒരു അപകട സൂചന എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കുപ്പായം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കാര്യം ധരിപ്പിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 1300ഓളം വരുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും നേരിടുന്നതിന് വേണ്ടി സജ്ജമാകുന്നത്. 100 കുതിരകളും 700 ഒട്ടകങ്ങളും അടങ്ങുന്ന ആ സംഘം മക്കയിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായി അവർ പുറപ്പെട്ടതിന് ശേഷമാണ് അബൂ സുഫിയാൻ്റെ രണ്ടാമത്തെ വിവരമറിയുന്നത്. ഇനി ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ടതില്ല, കാരണം കച്ചവട സംഘം സുരക്ഷിതമായി അവരെ താണ്ടിയിട്ടുണ്ട് എന്ന്. എന്നാൽ അബൂജഹൽ അതിന് അവിടെ നിന്ന് പിന്തിരിയാൻ ഒരുക്കമായിരുന്നില്ല. ഈ 1300 ആളുകളിൽ ഒരു ഗോത്ര വിഭാഗത്തിലെ ആളുകൾ 300 പേർ ആ സമയം അവിടെ നിന്ന് തിരിച്ചുപോയി. എന്നാൽ അബൂജഹൽ ആ സൈന്യത്തെയും കൊണ്ട് ഇനി മുഹമ്മദിനെ നേരിട്ട് വകവരുത്തുകയോ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഒന്നായി ഇല്ലായ്മ ചെയ്യുകയോ അതുമല്ല എങ്കിൽ ബദറിൽ ചെന്ന് അവിടെ തമ്പടിച്ച് അവിടെ 2 ദിനം കഴിച്ചുകൂട്ടിയതിന് ശേഷമോ മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന തീരുമാനത്തിൽ അബൂജഹലും 1000ഓളം ആളുകളും ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ആ സംഘമാണ് ബദറിലേക്ക് പുറപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അവരുടെ ആ തീരുമാനത്തെ വരച്ചു വെച്ചത് ഇങ്ങനെയാണ്. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 48-ാമത്തെ വചനം, വഇദ് സുയ്യിന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവർക്ക് ഷെയ്ത്വാൻ അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കാരമായി നല്ലതായി കാണിപ്പിച്ചു കൊടുത്തു. വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇത്രയും സുശക്തമായ ഈ സൈന്യത്തെ പരാജയപ്പെടുത്താൻ, ഇതിനെ അതിജയിക്കാൻ പോകുന്ന ആരും ഇന്ന് ലോകത്തില്ല എന്ന മട്ടിൽ അബൂജഹലിനും കൂട്ടർക്കും ഷെയ്ത്വാൻ തോന്നലുണ്ടാക്കി കൊടുത്തു. അവർക്കതൊരു അലങ്കാരമാക്കി കൊടുത്തു. എന്നിട്ട് വ ഇന്നി ജാറുൻ ലക്കും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നും നിങ്ങളുടെ അയൽക്കാരനായി കൂടെയുണ്ട് എന്നുമുള്ള ഉറപ്പ് അവർക്ക് നൽകിയത് പിശാചാണ്. എന്നാൽ ഫലമ്മ തറാഅത്തിൽ ഫിഅതാൻ, ആ 2 സൈന്യവും നേർക്കുനേരെ കണ്ടുമുട്ടിയ സമയത്ത് നഖല അലാ അഖിബൈ, കണങ്കാലിൽ തിരിഞ്ഞു കളയുകയാണ് പിശാച് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തെ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകന്റെ വിശ്വാസികളായ അനുചരന്മാർക്കും അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് ബദറിൽ കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറ അൻഫാലിലെ 12-ാമത്തെ വചനം, ഇത് യൂഹി റബ്ബുക ലിൽ മലായികതി അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനു, മലക്കുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല വഹീ നൽകിയ സന്ദർഭം, വിശ്വാസികളെ സഹായിക്കണമെന്നും അവരുടെ പാദങ്ങൾക്ക് ഉറപ്പു നൽകണമെന്നും മനസ്സിന് ഉറപ്പു നൽകണം എന്നും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് റബ്ബിൻ്റെ വാഗ്ദാനമുണ്ടാവുകയും മലക്കുകളോടായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഫളിരിബൂ ഫൗക അഅനാഖ് ഫൗകൽ അഅനാഖ്, അവരുടെ പിരടിക്ക് മുകളിൽ വെട്ടുകയും വളിരിബൂ മിൻഹും കുല്ലൽ ബനാൻ, വിരലറ്റങ്ങൾ ഛേദിച്ചു കളയുകയും ചെയ്യണം എന്ന് മലക്കുകളോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുമായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ സഹായം ബദറിൽ ഉണ്ടാവുകയും വിശ്വാസികൾ ബദറിൽ വിജയിക്കുകയും ചെയ്ത ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത്രയുമാണ് ഹ്രസ്വമായ ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. വൈകാരികവും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സുകളെ പിടിച്ചുലക്കുന്നതുമായ ധാരാളം സംഭവങ്ങൾ ബദറിൽ വേറെയും നടക്കുന്നുണ്ട്. അത് നമ്മുടെ അധിക വായനയ്ക്കു വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്നാൽ ഇത്രയും സൂചിപ്പിച്ചത് ബദറിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക് നാം നേടിയെടുക്കേണ്ടുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറേയേറെ ഗുണപാഠങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ബദർ ദിനത്തെക്കുറിച്ച്, ആ ബദർ യുദ്ധത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ വാക്ക് യൗമൽ ഫുർഖാൻ എന്നാണ്.
സത്യാസത്യ വിവേചന ദിനം എന്നാണ് ബദർ ദിനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. മാത്രമല്ല ആ ബദറിൽ പരസ്പരം പോരടിച്ച രണ്ട് വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖ്റാ കാഫിറ. ഒരു വിഭാഗം എന്ന് പറയുന്നത് ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളും, വ ഉഖ്റാ കാഫിറ, എന്നാൽ മറ്റേ വിഭാഗം അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളുമാണ്, കാഫിറുകളുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത്, ഒരു വിഭാഗത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ എന്നും എന്നിട്ട് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായവും, എന്നാൽ മറ്റേ വിഭാഗത്തെ സത്യത്തെ നിഷേധിച്ച സത്യനിഷേധികൾ എന്നും പറയാൻ അവരുടെ വിശ്വാസങ്ങളിൽ ഉണ്ടായിരുന്ന മാറ്റം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയും അതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടിയവരുടെ പക്ഷം ചേർന്ന് നിൽക്കുവാനുമുള്ള ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാവണം എന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്തും ബദറിൽ എത്തിയതിന് ശേഷവും രണ്ട് വിഭാഗത്തിൻ്റെയും ആളുകൾ, നേതാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടുള്ളത് അള്ളാഹുവിനോടാണ്. ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അള്ളാഹുവേ നീ എനിക്ക് നൽകിയ കരാർ നീ എനിക്ക് പൂർത്തീകരിച്ചു തരണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലാ തുഅബദ ഫിൽ അർള്, അള്ളാഹുവേ ഈ ചെറിയ സംഘത്തെ എങ്ങാനും ഇവിടെ നീ നശിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ നിന്നെ ആരാധിക്കുന്നവരായി ലോകത്ത് ആരും ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീളുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്കാണ്. എന്നാൽ അപ്പുറത്ത് മക്കയിൽ നിന്ന് പുറപ്പെട്ടു വന്ന അബൂജഹൽ മക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ചരിത്രത്തിലുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ അയ്യുനാ കാന അഹബ്ബു ഇലൈക് വ അർള ഇൻദക് ഫൻസുർഹു അൽയൗം. അല്ലാഹുവേ, അല്ലാഹുവേ എന്നാണ് വിളി. അല്ലാഹുവേ, ഞങ്ങളിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരോ അവരെ ഇന്നേ ദിവസം നീ വിജയിപ്പിക്കണമേ എന്നാണ് അബൂജഹലിൻ്റെ പ്രാർത്ഥന. അബൂജഹല് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത്, അല്ല, അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് തങ്ങളാണ് അള്ളാഹുവിൻ്റെ പാർട്ടി എന്നാണ്. അള്ളാഹുവിൻ്റെ ഭാഗക്കാർ, കൂട്ടക്കാർ ഞങ്ങളാണ് എന്ന ബോധമാണ് അബൂജഹലിനെ കൊണ്ട് ഈ രൂപത്തിലൊരു പ്രാർത്ഥന പ്രാർത്ഥിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് സൂചന നൽകുന്ന ചില സംഭവങ്ങളും ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അബ്രഹത്തിൻ്റെ നേതൃത്വത്തിൽ കഅബ പൊളിക്കുന്നതിന് വേണ്ടി വന്ന ആനപ്പടയെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ മാറി നിന്നപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളെ ചുണ്ടുകളിൽ കല്ലുകൾ വെച്ചു കൊടുത്ത് അതൊരു തീമഴയായി ആ ആളുകൾക്കിടയിലേക്ക് വർഷിച്ച് അവർ നാശമടഞ്ഞു പോകുന്നത് നേരിട്ട് കണ്ട ആളുകളാണ് അബൂജഹലും കൂട്ടരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി അവരുടെ മനസ്സിൽ ഉണ്ടായേക്കാവുന്ന ഒരു ചിന്തയുണ്ട്: അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾക്കുണ്ടാകും, കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് മുൻപും ഈ രൂപത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇവിടെ രണ്ട് ആളുകളും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അല്ലാഹുമ്മ എന്ന തുടക്കത്തോടുകൂടി അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് രണ്ടാളുകളും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ രണ്ട് വിശ്വാസങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ, സത്യാസത്യ വിവേചനം എന്ന് പറഞ്ഞാൽ, ഏകദൈവ വിശ്വാസത്തിൻ്റെ പൊരുൾ അത് എവിടെ കിടക്കുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നും ഏതെല്ലാം ഏകദൈവ വിശ്വാസത്തിൻ്റെ ഗണത്തിൽ പെടില്ല എന്നും കൃത്യമായി റബ്ബ് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തന്ന ചരിത്രഗതിയുടെ നിമിഷം കൂടിയാണ് ബദർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ അബൂജഹലിൻ്റെയും കൂടെയുള്ള ആളുകളുടെയും വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്: വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലന്ന അല്ലാഹ്. അവരോട് ചോദിക്ക് പ്രവാചകരെ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിക്ക്. വസഖറ ശംസ വൽ ഖമർ,
സൂര്യനെയും ചന്ദ്രനെയും എല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് അവരോട് ചോദിക്ക്. ആരോടാ ചോദിക്കേണ്ടത്? മക്കയിലുള്ള മുശ്രിക്കുകളോട് ചോദിക്ക് പ്രവാചകരെ. ലയഖൂലന്നല്ലാഹ്, അവർ പറയും തീർച്ചയായും അള്ളാഹുവാണ് എന്ന് അവർ പറയും. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, അതിനെ പരിപാലിക്കുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അവരോട് പ്രവാചകരെ ഒന്ന് പറഞ്ഞു നോക്ക്. വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, പരമകാരുണികനായ റഹ്മാനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യണം, അവന്റെ മുന്നിലെ നിങ്ങൾ സാഷ്ടാംഗം നമിക്കാൻ പാടുള്ളൂ എന്ന് നീ അവരോടൊന്ന് പറഞ്ഞു നോക്ക് പ്രവാചകരെ. കാലു വമർ റഹ്മാൻ, അപ്പോൾ അവർ പറയും ഈ റഹ്മാൻ ആരാണ്? റഹ്മാൻ എന്നുള്ളതിനെ അംഗീകരിക്കാൻ അള്ളാഹുവിൻ്റെ അസ്മാവുകളെയും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അംഗീകരിക്കുന്നിടത്ത് മക്കയിലെ മുശ്രിക്കുകൾ പിന്നിലായിരുന്നു. അവർ അതിനെ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയുടെ സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഹുദൈബിയ സന്ധി എഴുതി തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പേരിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എഴുതിയപ്പോൾ അവിടെ നിന്ന് എതിർവാദം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞത്, എങ്ങനെയാണ് റഹ്മാനും റഹീമും എന്നെഴുതുക? അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സന്ധിയുടെ തന്നെ ആവശ്യം എന്താണ്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റഹ്മാനാണ് എന്ന് അള്ളാഹു റഹീമാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്നവൻ അള്ളാഹുവാണ് എന്ന ഒറ്റ വിശ്വാസം കൊണ്ട് ഒരാളും തൗഹീദിൻ്റെ വക്താവില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണം. അതിനോടൊപ്പം തന്നെ തൗഹീദുൽ ഉലൂഹിയയും ശരിയാവേണ്ടതുണ്ട്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. തൗഹീദുൽ അസ്മാ വസിഫാത്തും ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളും ഗുണവിശേഷങ്ങളും അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ അംഗീകരിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ്, അതിൽ വിശ്വസിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് തൗഹീദ് സമ്പൂർണ്ണമാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർ അള്ളാഹു റഹ്മാനാണ് റഹീമൽ ആണ് എന്ന് അംഗീകരിക്കാത്തതിനോടൊപ്പം തന്നെ അള്ളാഹുവിനെ വിളിച്ചു തേടുന്നതിനോടൊപ്പം മറ്റു പലരോടും സഹായത്തിനും അർത്ഥിക്കുകയും സഹായതേട്ടം നടത്തുകയും ചെയ്യുന്നവരായിരുന്നു അവർ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണുവാൻ സാധിക്കും. ആ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് കേൾക്കുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾക്ക് ഈ പറയപ്പെടുന്നതിനോട് വലിയ സാദൃശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അല്ലാഹുവല്ലാത്ത ലാത്തയെ, ഉസ്സയെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ വിളിച്ചു തേടുന്നത്, സഹായം തേടുന്നത് അവരെല്ലാവരും ആരാധ്യന്മാരാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല, അവർ ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയല്ല. നേരെ മറിച്ച് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലക്ക് മാത്രമാണ് ഞങ്ങൾ അവരെയെല്ലാം വിളിച്ചു തേടുന്നത്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാൻ കഴിയും, വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അവർ പറയുന്നത് ഇവരെല്ലാം ഞങ്ങൾക്ക് നാളെ റബ്ബിൻ്റെ മുന്നിൽ ശഫാഅത്ത് പറയാൻ പ്രാപ്തരായ ആളുകളാണ്. അതിനു വേണ്ടിയാണ്. നാളെ ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, പാപത്തിൽ മുങ്ങിയ ആളുകളാണ്. ഞങ്ങൾ എങ്ങനെ നേരിട്ട് റബ്ബിനോട് പറയും? അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ എത്തിക്കാനുള്ള ഒരു മധ്യവർത്തി എന്ന നിലക്ക് മാത്രമാണ് ഞങ്ങൾ ഈ ആളുകളോടെല്ലാം തേട്ടം നടത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത് എന്ന് ആ വിഭാഗം ആളുകളുടെ വിശ്വാസത്തെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിക്കേണ്ടുന്നത്, അവർ ഇടയാളന്മാരാക്കുന്ന, അവർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒന്നാമത്തെ ആള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം
ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് വന്ന ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മരിച്ചതിന് ശേഷം ആളുകളെ ജീവിപ്പിക്കുക എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്ത ചരിത്രവും വിശുദ്ധ ഖുർആനിലുണ്ട്. അത്രയേറെ പ്രത്യേകതകളുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രാർത്ഥിക്കുന്നത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതോടൊപ്പം തന്നെ സംസം എന്ന് പറയുന്ന ആ മഹത്തായ അനുഗ്രഹം അതൊരു അത്ഭുതമായി അവർക്കിടയിൽ നിൽക്കുകയും അവർ അതിൻ്റെ കൈകാര്യകർത്തുക്കളായി ഇരിക്കുകയും ചെയ്യുന്ന അത്രയേറെ അത്ഭുതങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ മുൻവേദങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഇവരെയൊക്കെ ഇടയാളന്മാരാക്കുന്നതിനെ എങ്ങനെയാണ് ശരിയായില്ല എന്ന് പറയാം. കാരണം അവർ വിളിച്ചു തേടുന്ന ആളുകളിൽ അധികവും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ അല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്, ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോഴേക്ക് എന്തെങ്കിലും അത്ഭുതങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ അത്ഭുതങ്ങൾ കാണിച്ച ആളുകളോട്, കാണിച്ചു എന്ന് പറയുന്ന ആളുകളോട് തേട്ടം നടത്തുകയും അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ഖബറുകളുടെ അടുക്കൽ ചെന്നുവരെ തേട്ടം നടത്തുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്ന തലത്തിലേക്ക് ആളുകൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ കൃത്യമായും ബദറിൻ്റെ ചരിത്രത്തെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കേണ്ടുന്നത്. അത്ഭുതങ്ങൾ കാണുമ്പോൾ, ഇനി വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്ക് നിങ്ങൾ, അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് ആ അത്ഭുതം കാണിച്ച ആളുകളോട് തേടണം എന്ന് പറയുന്ന, അവരെ മധ്യവർത്തിയാക്കണം എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന്. എന്നാൽ കാണാൻ കഴിയുന്ന ഒന്ന് ഇതുമാത്രമാണ്. സൂറത്തു ആലി ഇമ്രാനിലെ 37-38 വചനങ്ങൾ. ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് മറിയം ബീവിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജക്കരിയ നബിക്കുണ്ടായ അനുഭവത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: കുല്ലമാ ദഖല അലൈഹാ ജക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ അടുക്കലേക്ക്, മിഹ്റാബിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മറിയം ബീവിയുടെ അടുക്കൽ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണുകയാണ്. അത് കണ്ട സമയത്ത് ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ, മറിയമേ നിനക്കിത് എവിടുന്നാണ്? പള്ളിയുടെ പുറത്തേക്ക് പോകാത്ത നിനക്ക് ഈ മിഹ്റാബിൽ ഇത്രയും വിശിഷ്ടമായ ഭക്ഷണം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി ഖാലതു ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നാണ്. ഇത് കണ്ട സമയത്ത് സക്കരിയ നബിക്കുണ്ടാകേണ്ടുന്ന ചിന്ത എന്തായിരിക്കണം? റബ്ബ് സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത ഒരു വലിയത്തിനെ മുന്നിൽ കിട്ടിയിരിക്കുന്നു. ഇനി തൻ്റെ ആവശ്യങ്ങൾക്ക് മറിയമിനെ വസീലയാക്കിയോ അല്ലെങ്കിൽ മറിയമിനോട് തന്നെയോ തേടിയാൽ മതി എന്ന ചിന്തയായിരിക്കണം ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടാകേണ്ടുന്നത്. എന്നാൽ ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹുനാലിക ദഅ സക്കരിയ. ഇത്രയുമായിരുന്നെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ തെളിവായേനെ. ഹുനാലിക ദഅ സക്കരിയ, അവിടെ നിന്നുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഇത്രയുമേ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കാമായിരുന്നു ആ അത്ഭുതം കണ്ട സമയത്ത് മറിയം ബീവിയോടാണ് സക്കരിയ നബി പ്രാർത്ഥിച്ചത് എന്ന്. എന്നാൽ അതിനുള്ള പഴുതുകൂടി അടച്ചിട്ടാണ് ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയത്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. ആ അത്ഭുതം കണ്ട സമയത്ത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് തൻ്റെ റബ്ബിനോടാണ്, അള്ളാഹുവിനോടാണ് ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, സന്തതികളില്ലാത്ത എനിക്ക് നല്ല സന്തതികളെ നീ നൽകണേ എന്ന് ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഈ മിഹ്റാബിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിശിഷ്ടമായ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്ന റബ്ബിന് എനിക്ക്
സന്താനങ്ങളെ നൽകാൻ എളുപ്പമാണ് എന്ന തിരിച്ചറിവും ബോധ്യവുമാണ് സക്കരിയ നബിക്കുണ്ടായത്. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾ പലതും പല കഥകൾ കേൾക്കുമ്പോൾ തന്നെ അവർക്കുണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് എന്നാൽ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. അവിടെ നിന്നുകൊണ്ടാണ് ബദറിൻ്റെ ചരിത്രവും യൗമുൽ ഫുർഖാൻ എന്ന് അള്ളാഹു ആ ദിനത്തെ എന്തുകൊണ്ട് വിശേഷിപ്പിച്ചു എന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്, ഖുൽ, പ്രവാചകരെ പറഞ്ഞേക്ക്, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അതിൽ ഒരാളെയും, അള്ളാഹുവിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് വിശ്വാസത്തെ പ്രഖ്യാപിച്ചേക്ക് പ്രവാചകരെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ബദർ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഉണ്ടാകേണ്ടുന്ന, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞാൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, അവനോട് മറ്റാരെയും പങ്കു ചേർക്കുകയില്ല എന്ന ഉറച്ച യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളാക്കി ബദറിൻ്റെ ചരിത്രം നമ്മളെ മാറ്റേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ വായിച്ചതും മനസ്സിലാക്കിയതുമായ ബദറിൻ്റെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ബദർ ദിനം എന്ന് പറയുന്ന ദിനവും അതിൻ്റെ ചരിത്രവും ഒരു ആഘോഷമാക്കി ആളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി വിതരണം ചെയ്യാനുള്ള ഒരു ദിനമാക്കി എങ്ങനെയോ ചരിത്രഗതിയിൽ മാറ്റപ്പെട്ട അവസ്ഥയിലാണ് നാം ഇന്ന് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെയോ മനസ്സിലാക്കേണ്ടതുപോലെയോ അല്ല ബദറിനെ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതാണ് അതിന് കാരണം. ചിലതുകൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കണം. ബദർ മാലയിലെ ചില വരികളുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: ദാഹം പശിപ്പോ കുടുമാ തളർച്ചയോ തടിയിൽ മരീലോ ജിന്ന് ഷെയ്ത്താൻ ചതിയാലോ ദേഹം വലഞ്ഞോ നീ പേരിനെ ചൊല്ലിയാൽ തീരും മുന്നമേ ഷിഫയാകുമെന്നോവർ. ഏകദേശം കേട്ടപ്പോൾ തന്നെ ധാരണയായിട്ടുണ്ടാവും. നിങ്ങളുടെ ദാഹം, നിങ്ങളുടെ വിശപ്പ്, ശരീരത്തിനുണ്ടാകുന്ന തളർച്ച, രോഗം, ജിന്ന് ഷെയ്ത്താൻ ബാധ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ബദരീങ്ങളുടെ പേര് ചൊല്ലിയാൽ മതി. അത് ചൊല്ലിത്തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ടാകും, നിങ്ങളുടെ രോഗം ശിഫയായിട്ടുണ്ടാകും, നിങ്ങളുടെ തളർച്ച മാറിയിട്ടുണ്ടാകും എന്നൊക്കെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും ജീവിതം ഒരു തവണ വായിച്ചിട്ടാണ് ഇതെഴുതിയിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരം വരികൾ ഇതിൽ വരില്ലായിരുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിൽ ഒന്നാമനാണല്ലോ. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ മദീനയിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് വഴിയിൽ കണ്ടുമുട്ടുന്നത് മറ്റൊരു ബദരീനെയാണ്, ബദരീങ്ങളിൽപ്പെട്ട മറ്റൊരാളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പരസ്പരം ചോദിക്കുന്നത് എന്തേ ഈ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നത് എന്നാണ്. അപ്പോൾ രണ്ടുപേർക്കും ഉറക്കം നഷ്ടപ്പെട്ട് രാത്രിയിൽ നടക്കാനുണ്ടായ കാരണം ഒന്നാണ്, വിശപ്പ്. ബദരീങ്ങളുടെ പേര് ചൊല്ലല്ല, ഒറിജിനൽ ബദരീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ അതിൽ
പ്രധാനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് നടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കാണുന്ന ആൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. 3 പേരെയും ഉറക്കം കെടുത്തിയത് വിശപ്പ് തന്നെയാണ്. എന്നാൽ 3 ആളുകളും കൂടി ഒന്ന് തീരുമാനിക്കണ്ടേ, നമുക്ക് ബാക്കിയുള്ള ബദരീങ്ങളുടെ പേര് ഇവിടെ ഇരുന്ന് അങ്ങ് ചൊല്ലാം, എന്നാൽ നമ്മുടെ വിശപ്പ് മാറുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഹദീസിൻ്റെയോ സംഭവത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയിരുന്നതെങ്കിലും തരക്കേടില്ല. അൻസാരിയായ ഒരു സഹാബി 3 ആളുകളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ആടിനെ അറുത്ത് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് 3 പേരുടെയും വിശപ്പ് മാറിയത് എന്നാണ്. ഖന്തക്ക് യുദ്ധം അറിയാത്ത ആളുകളില്ല. കൊടും പട്ടിണിയിൽ വിശപ്പ് താങ്ങാൻ കഴിയാതെ സ്വഹാബിമാർ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഉള്ളു മാർഗം ശത്രുക്കളെ പ്രതിരോധിക്കാൻ. പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന പരാതി, അവരവരുടെ വയറിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പ്രവാചകർ ഭക്ഷണം കഴിച്ചിട്ട് കുറേയായി, കഴിയണില്ല, ഈ കൈക്കോട്ടെടുത്ത് കൊത്താൻ കഴിയണില്ല, വിശപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ ആ വസ്ത്രം ഉയർത്തി അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രവാചകൻ വിശപ്പറിയാതിരിക്കാൻ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രം. അവിടെയും നമുക്കെല്ലാവർക്കും കൂടിയിരുന്ന ആ പേരുകൾ അങ്ങ് പറഞ്ഞു കളയാം എന്ന് അവർ തീരുമാനിച്ചില്ല. ഇനി നോക്കൂ, മറ്റൊന്ന് പറഞ്ഞത് രോഗം ശിഫയായി കിട്ടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് പ്രവാചകന് ഉണ്ടായ രോഗവും അതിൻ്റെ പ്രയാസവും, നിങ്ങൾ 2 പേർ അനുഭവിക്കുന്ന വേദന ഈ രോഗം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ബദരീങ്ങളിൽപ്പെട്ട ആളുകളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും മുആദ് റളിയല്ലാഹു അൻഹുവും. ഇവർ 2 പേരും മരണപ്പെട്ടു പോയത് കോളറ ബാധിച്ചിട്ടാണ്, പ്ലേഗ് ബാധിച്ചിട്ടാണ്. നോക്കൂ നിങ്ങൾ, ബദരീങ്ങളായ ആളുകൾ പ്ലേഗ് ബാധിച്ചിട്ട് മരണപ്പെട്ടു പോവുക, അവർക്ക് വിശപ്പുണ്ടാവുക. എന്നാൽ ആ പേരുകൾ പറഞ്ഞാൽ നമ്മുടെ വിശപ്പും രോഗവും എല്ലാം മാറും എന്ന് ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുക. എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു വരിയുണ്ട്, അതിങ്ങനെയാണ്: എല്ലാ മുതലും വലഞ്ഞവൻ ഓതുകിൽ എന്നും നിഅമത്തിലാക്കും അതെന്നോവർ, അല്ലൽ മികന്ത കടത്തിലകപ്പെട്ടോൻ അസ്മാപുരത്താൽ കടം വീടുമെന്നോവർ. ഇത് ഒരുപക്ഷെ നമുക്ക് പലർക്കും ഉപകാരപ്പെടും. എല്ലാ മുതലും നഷ്ടപ്പെട്ട് കുത്തുവാള എടുത്ത് വലഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരും ഈ പേര് ഓതിയാൽ മതി, അള്ളാഹു നിങ്ങളെ നിയമത്തിലാക്കും എന്നാണ്. അല്ലെങ്കിൽ കടത്തിൽ അകപ്പെട്ട ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ പേര് പറഞ്ഞാൽ മതി. പലപ്പോഴും നമുക്ക് കാണാം, ഈ നിയമത്ത് പ്രതീക്ഷിച്ചിട്ടാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടാണ് എന്ന് തോന്നുന്നു. മിക്കവാറും ചില ഷോപ്പുകളിലൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഈ പേരിങ്ങനെ നല്ല ഭംഗിയിൽ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ഇതായിരിക്കാം അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് പ്രവാചകൻ്റെ പടയങ്കി ആരുടെ കയ്യിലാണ്? പണയം വെച്ചതാണ് ഒരു ജൂതൻ്റെ കയ്യിൽ, അല്പം റൊട്ടി ഉണ്ടാക്കാനുള്ള മാവിന് വേണ്ടിയിട്ട്. ബദരീങ്ങളിൽ പ്രമുഖൻ്റെ പടയങ്കി പണയത്തിലാണ്, പ്രവാചകൻ കടത്തിൽ. ഇതെല്ലാം ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഈ രൂപത്തിലുള്ള അബദ്ധ വിശ്വാസങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയാനും അങ്ങനെയാണ് മനസ്സിലാക്കിയത് എങ്കിൽ തിരുത്താനും വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത്. ഇതിനെ നമ്മൾ മനസ്സിലാക്കുകയും ഈ ബദർ നടന്ന ദിവസത്തിൽ, അല്ലെങ്കിൽ ബദറിൻ്റെ ചരിത്രം വായിക്കുന്ന ദിവസത്തിൽ നമ്മളത് മനസ്സിലാക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടുന്നതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്ക്, നിങ്ങൾ എന്നോട് തേട്, എന്നോട് ദുആ നടത്ത്, എന്നോട് ഇസ്തിആസ നടത്ത്, എന്നോട് ഇസ്തിആനത്ത് നടത്ത്. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, ഇത് ബദറിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. നിങ്ങൾ ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, നിങ്ങൾ സഹായതേട്ടം നടത്തിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് നാം ഉത്തരം നൽകിയില്ലേ. അതുകൊണ്ട്
വഖാല റബ്ബുക്കും ഉദ്ഉനി, അള്ളാഹു നമ്മളോട് പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് റബ്ബ് പറയുമ്പോൾ പിന്നെയും അതിന് ഇടയിലേക്ക് ആളെ എന്തിനാണ് നാം തിരികെ കയറ്റുന്നത് എന്ന് നമ്മളെങ്കിലും ആലോചിക്കണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ല, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നിങ്ങളൊരു സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഇത്രയും കൃത്യമായി മതം ഈ വിശ്വാസത്തെ പഠിപ്പിക്കുമ്പോഴും ഇല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ മറ്റ് ചില ആളുകളെ കൂടി വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നെങ്കിലും നമ്മൾ ആലോചിക്കുകയും തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താക്കളാകുവാൻ, ആ സത്യത്തിൻ്റെ പാന്താവിൽ ഉറച്ചു നിൽക്കുവാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഞായറാഴ്ച വൈകുന്നേരം ലജനത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന ഒരു ഈദ് നോമ്പുതുറ പരിപാടിയിൽ സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മളും നമ്മുടെ കൗമാരക്കാരായ മക്കളും ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ട വിഷയമാണ്. നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന, അപകടകരമാം വിധം ഓരോ ദിവസവും നമ്മുടെ പത്രത്താളുകളിൽ ചോരയുടെ മണം വീശുന്ന വാർത്തകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിയും അതിൻ്റെ അപകടങ്ങളും, ഒരു സമൂഹം, ഒരു സമുദായം എങ്ങനെ അതിൽ നിന്ന് ജാഗ്രത പുലർത്തണം എന്നുമൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സും നോമ്പുതുറയുമാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിയുന്ന ആളുകൾ കുടുംബത്തോടൊപ്പം തന്നെ മക്കളെയെങ്കിലും ചേർത്ത് പിടിച്ച് ആ സദസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങൾ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലേറെ രോഗത്തിൽ നിന്ന് ഇനിയും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ, അവർക്ക് ക്ഷമയും സഹനവും നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, മക്കൾ, അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പകലുകളിലെ നോമ്പുകളും രാത്രിയിലെ നിന്നുള്ള നമസ്കാരങ്ങളും നാഥൻ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് വാഗ്ദാനം ചെയ്ത റയ്യാൻ നൽകി, റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാകുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ